നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണർവ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സൂയിസൈഡിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 10 ലോകമെമ്പാടും ആത്മഹത്യ പ്രതിരോധ ദിനമായിട്ട് ആചരിക്കുകയുണ്ടായി. ഈ സൂയിസൈഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്കണ്ഠയും സങ്കടവും ഒരു പേടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയിട്ടാണ്. ഒരു വ്യക്തിനെ മാത്രമല്ല, ഒരു സമൂഹത്തിനെയും കുടുംബത്തിനെയും ഒരു രാജ്യത്തിനെയും ഗ്ലോബലി തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. 2021 ഇന്ത്യയിലെ ആത്മഹത്യ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 118 പുരുഷന്മാരും 45 സ്ത്രീകളുമാണ് ആത്മഹത്യ കാരണം മരണപ്പെട്ടിരിക്കുന്നത്. ആത്മഹത്യ പ്രവണത കൂടുതലും കാണുന്നത് സ്ത്രീകളിലാണെങ്കിലും സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നത് പുരുഷന്മാരാണ്. ഇപ്പോൾ ഈ ഒരു ജെൻഡർ ഡിഫറൻസിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ഫേസ്റ്റ്ലി തന്നെ മെത്തേഡ് ഓഫ് ചോയ്സ് ആണ്. അതായത് ഈ ജീവൻ എടുക്കാനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന മാർഗം. ഇപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ അത് കൂടുതലും ഇപ്പോൾ തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ കൊക്കയിലേക്ക് എടുത്ത് ചാടുക, റെയിൽ പാളത്തിൽ കിടക്കുക തുടങ്ങിയ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പോട്ടിൽ ഒരു ഡെത്ത് അല്ലെങ്കിൽ അത് പ്രിവെൻഷൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എന്നാൽ സ്ത്രീകളാവട്ടെ കൂടുതലും മെഡിസിൻസോ അല്ലെങ്കിൽ വിഷം കഴിച്ചോ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ നമുക്കൊരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അതിജീവനത്തിൻ്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മ ആൻഡ് ഹെൽപ്പ് സീക്കിംഗ് ആണ്. സമൂഹത്തിൽ പുതുതായിട്ട് നിൽക്കുന്നൊരു സ്റ്റിഗ്മയാണ് പുരുഷന്മാർ കുറച്ചൊന്ന് അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ അവർ കുറച്ച് ഓപ്പണായിട്ട് സംസാരിച്ചാൽ ഒരു ദുർബലരാണ് അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ആൾക്കാരാണ് എന്നൊരു സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവരുടെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് അവർ മടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വൈകാരികമായിട്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ അത് തീരെ കുറവാണെന്നുള്ളൊരു ധാരണയാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇവർ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കാതെ വരുമ്പോൾ അത് പല മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുവഴി സൂയിസൈഡിൻ്റെ ടെൻഡൻസീസും കൂടുതലായിരിക്കും അവർക്ക്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് അബ്യൂസാണ്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഈ ഒരു ആത്മഹത്യക്ക് ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് കുട്ടികളും യുവാക്കളും ഒരുപോലെയാണ് ആത്മഹത്യക്ക് മുതിരുന്നത്. ഒരു 15 മുതൽ 29 വയസ്സ് വരെ യുവാക്കളിൽ മരണത്തിൻ്റെ രണ്ടാം കാരണം എന്ന് പറഞ്ഞാൽ സൂയിസൈഡാണ്. അപ്പോൾ എങ്ങനെയുള്ളവരാണ് ഈ സൂയിസൈഡ് ചെയ്യുന്നത്? അപ്പോൾ മെയിനായിട്ടും ഒരു മാനസിക ഒരു അസ്വസ്ഥതകൾ അല്ലെങ്കിൽ പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ മറ്റൊരു നിർവാഹമില്ല എന്ന് കാണുമ്പോഴാണ് അവർ ഇതിലേക്ക് മുതിരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ട്രാപ്ഡാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു മോചനമില്ല, അല്ലെങ്കിൽ ഒരു പുറത്ത് കടക്കലില്ല എന്നുള്ളൊരു ധാരണയാണ് അവർക്ക്. അപ്പോൾ ആ ഒരു ടെമ്പററി റിലീഫിന് വേണ്ടിയിട്ടായിരിക്കും അവർ സൂയിസൈഡിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മറ്റ് റിയാലിറ്റി അവരൊരിക്കലും ആ ഒരു സമയത്ത് അവർക്ക് അത് തിരിച്ചറിവ് ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു ഒരു കംപ്ലീറ്റ് എൻഡാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്താണ്, ഇനി അതിനപ്പുറത്തേക്ക് മരണത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഒരു ബോധം അവർക്ക് ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മൊമെൻറ്റിൽ തോന്നുന്ന ഒരു ആക്ഷനാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ എന്നായിരിക്കും അവരുടെ മനസ്സിൽ. സോ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഇമ്പൾസീവ് ബിഹേവിയറാണ് ഇതിൽ അവർ ചെയ്യുന്നത്. ഇനി സൂയിസൈഡിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്. അതിൽ പ്രധാനമായിട്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിഷാദ രോഗം തന്നെയാണ്. അതുപോലെ തന്നെ ഉത്കണ്ഠ രോഗം, ബൈപോളാർ ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിസോഫ്രീനിയ, ഇതൊക്കെ ഇത്തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉള്ളവർക്കൊക്കെ സൂയിസൈഡൽ ടെൻഡൻസീസും സൂയിസൈഡൽ തോട്ട്സൊക്കെ വളരെയധികം കൂടുതലാണ്. പിന്നെ ഒരു സെൻസ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവും, അതായത് പ്രതീക്ഷയില്ലായ്മ. ഇനി മുന്നോട്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്നുള്ളൊരു ഹോപ്പ്ലെസ്നെസ് ഫീലിങ്സ് ഇവർക്കുണ്ടാകും. മറ്റൊരു കാരണമെന്ന് പറയാനാണെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ്. ഇപ്പം അതിൽ വേർപിരിയലാകാം, അല്ലെങ്കിൽ ഒരു പൊരുത്തക്കേടുകളായിരിക്കാം. അബ്യൂസീവ് റിലേഷൻഷിപ്സിൽ ഒരു സൂയിസൈഡൽ തോട്ട്സ് ടെൻഡൻസീസൊക്കെ കാണാൻ കഴിയും. പിന്നെ ഒന്ന് മീഡിയ എക്സ്പോഷർ. ഇപ്പോൾ മാധ്യമങ്ങളിൽ സിനിമകളിലൂടെയും മറ്റ്
ഒരു വീഡിയോസിലൂടെയൊക്കെ നമ്മൾ കാണുമ്പോൾ അത് അനുകരിക്കാനായിട്ട് നമുക്കൊരു ടെൻഡൻസിയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ, ദുർബലരായ, ഒരു മെൻ്റലി വീക്കായിട്ട് സ്ട്രെങ്ത് കുറവായിട്ടുള്ളവർ ഇത് കാണുമ്പോൾ അവരെ പെട്ടെന്ന് ഇത് സ്വാധീനിക്കാനായിട്ട് ഇടവരും. അങ്ങനെ അവരിത് അനുകരിച്ച് അത് ഇമിറ്റേറ്റ് ചെയ്ത് അതിൽ കാണുന്ന പോലെയുള്ളൊരു സൂയിസൈഡൽ ആക്ഷൻസൊക്കെ അവരെടുക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാണെന്നൊരു തോന്നൽ, അതായത് പെർസീവ്ഡ് ബേർഡൻസംനെസ് എന്ന് പറയും. മറ്റുള്ളവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർ അവരുടെ ഫാമിലിക്കൊരു മേ ബി പേരൻസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഭാരമാണെന്ന് തോന്നും. ഇല്ലെങ്കിൽ കടം വരുത്തി വെച്ചിട്ടുള്ള ആൾ വിചാരിക്കുന്നതൊക്കെ ഞാൻ കാരണമാണ് എൻ്റെ കുടുംബം ഈ ഒരു കടത്തിൽ അകപ്പെട്ട്. അപ്പോൾ ആ ഒരു ബേർഡൻ മറ്റുള്ളവർക്ക് ഭാരമാണെന്ന് തോന്നും. ഇനി ബിസിനസ് ചെയ്ത് തോറ്റു പോയിട്ടുള്ളവർ, അതുപോലെ തന്നെ ജോലി കിട്ടാതെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടുകാർക്കൊരു ഭാരമാണ്, അങ്ങനൊരു തോന്നൽ ഉണ്ടാകുന്നത് വഴിയും സൂയിസൈഡൽ തോട്ട്സ് നമുക്ക് ഉണ്ടാകാം. ഇനി ഇതിൻ്റെ ഒരു സൈൻസ്, സിംറ്റംസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാർണിംഗ് സൈൻസ് എന്നൊക്കെ പറയാം. ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഇങ്ങനെയുള്ളവരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ അവർ ഭയങ്കര അമിതമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ടും നേരെ തിരിച്ചും വളരെ ദുഃഖം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചില ബിഹേവിയേഴ്സ്. അപ്പോൾ നമ്മൾ എന്നും കാണുന്ന വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കത് ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു സൈനാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു മയക്കുമരുന്നിൻ്റെയും പുകവലി, പാനിൻ്റെയൊക്കെ ദുരുപയോഗം, അതൊരു നോർമലി സാധാരണ അളവിൽ നിന്നും കൂടുതലായിട്ട് അവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഭയങ്കരമായിട്ടൊരു അതെന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഇതായിട്ട് നമുക്കതിനെ നോക്കിക്കാണാം. പിന്നെ ലോക്ക്ഡ് ആയിട്ടുള്ളൊരു ഫീല്, ചിലവർക്ക് ഇപ്പോൾ ഒരു മാരേജൊക്കെ കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും ഒരു മിസ് മാച്ച് അല്ലെങ്കിൽ പൊരുത്തക്കേട്, പാർട്ട്ണർ നമ്മൾ ഉദ്ദേശിച്ചൊരു പാർട്ട്ണറല്ല നമുക്ക് കിട്ടിയെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അതും ഒരു ചിലപ്പോൾ ഒരു തോട്ട്സ്, സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ ഉണ്ടാകാം. പിന്നെ എപ്പോഴും അവർ ഈ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അവർ സാഡായിട്ടുള്ള പോസ്റ്റുകൾ, ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളൊക്കെ ഇടുന്നതൊക്കെ അതും ഒരു തരത്തിലുള്ള ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ എപ്പോഴും അവർ ഈ റിസ്ക് ബിഹേവിയേഴ്സിൽ എൻഗേജ്ഡ് ആകും. അതായത് ഇപ്പം ഈ സൂയിസൈഡ് ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇൻഷുറൻസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഡെലിബറേറ്റ് ആയിട്ട് ആക്സിഡൻസിൽ, റിസ്ക് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആകും. അത്തരത്തിലുള്ള ഒരു ഇത്. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും അവരെപ്പോഴും സോഷ്യലി വിത്ഡ്രോൺ ആയിരിക്കും. ഒരിക്കലും സോഷ്യൽ ഗ്യാതറിങ്സിലോ ഫങ്ഷൻസിലോ ഒന്നും പോവാതെ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ 2024 സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ദ നെറേറ്റീവ് ഓൺ സൂയിസൈഡ്സ് എന്നാണ്. സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നുള്ളൊരു തീമാണ്. സോ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന വ്യക്തികളിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ചേഞ്ചസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ സിറ്റ് ആൻഡ് ടോക്ക് വിത്ത് ദം. ഇപ്പോൾ പ്രത്യേകമായിട്ടും ഇങ്ങനെയുള്ളവർ എന്തെങ്കിലുമൊക്കെ അവർ ഇനിയിപ്പോൾ അധിക നാളുകൾ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ അത് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ തമാശക്ക് പറയുന്നതാണെന്ന്. പക്ഷെ ഒരിക്കലും അല്ല. വി ഹാവ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി, സിറ്റ് ആൻഡ് ടോക്ക്, ആസ്ക് ദം ഡയറക്റ്റ്ലി അബൌട്ട് എന്തെങ്കിലും, ആർ യു ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആർ യു പ്ലാനിങ് ടു എന്തെങ്കിലും സൂയിസൈഡൽ തോട്ട്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അവരോട് ചോദിച്ചറിയുക. ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു ടോക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൽ അവർ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടുന്നത്. സോ അങ്ങനെ നമുക്കൊരു ലൈഫ് തന്നെ സേവ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ അടുത്ത് നിന്നും ഈ പറയുന്ന കുറച്ച് ഈ സെൽഫ് ഹാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കത്തി, വെപ്പൺസ്, അല്ലെങ്കിൽ മെഡിസിൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരുടെ കൺവട്ടത്തിൽ നിന്നും മാറ്റി വയ്ക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആയിട്ട് പറയുന്നത് അവർ എൻകറേജ് ചെയ്യുക, പ്രൊഫഷണൽസ് ഒരു ഹെൽപ്പിന് സീക്ക് ചെയ്യാനായിട്ട്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യാനായിട്ട് അവർ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്.